വൻ മൈമൂനത റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മകളെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. മഹദി അവர்கள் പറയുന്നു, കുന്തു ഇൻത റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുകയാണ്. വഇൻദഹു മൈമൂനത, ഞാൻ എൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ടതായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുമുണ്ട്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ബഹുമാനപ്പെട്ട നബിയുടെ ചാരത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നബിയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയുമുണ്ട്. ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബി അവിടേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്ത് ഞാനിരിപ്പുണ്ട്, ഇടത്ത് മൈമൂന ബീവിയും ഇരിപ്പുണ്ട്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് ഭാര്യമാരോട് പറയുകയാണ്, യഹ്തജിബാ മിൻഹു, യഹ്തജിബാ മിൻഹു, അല്ലയോ ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും ഇദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ. ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബിയതാ കടന്നു വരുന്നു, ഒന്ന് മറഞ്ഞു നിൽക്കണേ. ഭർത്താവാകുന്ന മുത്തുനബി ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു സംശയം വരുകയാണ്. ആ സംശയത്തിന്റെ ദൂരീകരണം ഞങ്ങൾ നടത്തുകയാണ്. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അലൈസഹു അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം റസൂലേ? ആ കടന്നു വരുന്ന സഹാബിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ റസൂലേ? അന്ധനായ മനുഷ്യനല്ലയോ? കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലയോ? ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയല്ലയോ? അദ്ദേഹം വന്നു കഴിയുമ്പോ ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ. ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ കാണുകയും ഞങ്ങളെ തിരിച്ചറിയുകയുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ മറഞ്ഞു നിൽക്കുന്നത് റസൂലേ? കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞ് അത് പൂർത്തീകരിച്ചിട്ട് പോയാൽ പോരെ? ഞങ്ങൾ അനങ്ങാതെ മിണ്ടാതെ തങ്ങളുടെ ചാരത്ത് തന്നെ നിന്നോട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല, ഉള്ളിലേക്ക് പോകണേ. എന്തുകൊണ്ടെന്നറിയുമോ? അഫാമിയാവാനി അംതുമാ അലസ്തുമാ അല്ലയോ ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെ കണ്ണിനും കാഴ്ചയില്ലയോ? നിങ്ങൾ രണ്ടാളുകളും അന്ധരല്ലല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തെ ദർശിക്കുകയില്ലയോ? അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. അത് ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുന ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിം അംഗമാരെ, സഹോദരിമാരെ, അന്യരാകുന്ന പരപുരുഷന്മാരെ നിങ്ങളെ കാണാൻ പാടില്ലാത്തതുപോലെ നിങ്ങൾക്ക് അവരെ ദർശിക്കാനും പാടില്ല. ഇതിന്നത്തെ മറന്ന കാര്യമാണ്. ഇന്നത്തെ സഹോദരിമാര് ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ്. വീട്ടിൽ ആര് വന്നാലും ഒളിഞ്ഞിരുന്നുകൊണ്ട്, മറയിൽ നിന്നുകൊണ്ട് അവരെ ഒളിഞ്ഞു നോക്കുന്ന പെങ്ങളെ, പാടില്ലാത്തതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബി വര്യൻ വന്നപ്പോ അകത്തേക്ക് കയറൂ എന്ന് ഭാര്യമാരോട് പറഞ്ഞപ്പോ, ഞങ്ങൾ ഇവിടെ നിന്നാൽ എന്താണ് പ്രശ്നം റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച ഭാര്യമാരോട്, നിങ്ങൾ നിന്നാൽ പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലയോ? അത് പാടില്ല, ഹറാമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി
റസൂലുള്ളാഹി. പെങ്ങളെ, ദീനിന്റെ മസലകൾ പഠിച്ചു വെക്കണേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ളതാണ്, അമൽ ചെയ്യാനുള്ളതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി അവിടുന്ന് അടക്കം ചെയ്യപ്പെട്ട എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതും ആ വീട്ടിലാണ്, എന്റെ സ്വന്തം വീട്ടിലാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പരിശുദ്ധമായ മദീന പള്ളിയുടെ പരിസരത്തുള്ളതായ മുത്തുനബിയുടെ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്നതായ ആ പുണ്യമാക്കപ്പെട്ട വീടാണല്ലോ ആയിഷ ഉമ്മയുടെ ഭവനം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ റസൂലുള്ളാഹിന്റെ അടുക്കലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്റെ സ്വന്തം വീട്ടിലാണ്. ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോ ചിലപ്പോൾ ഞാൻ എന്റെ തല മറക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹദീസ്. ചിലപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ഞാൻ തലമറയ്ക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ എന്റെ സ്വന്തം നഫ്സിൽ തന്നെ ഞാൻ പറയും, ഇന്നമാ ഹുവ സൗജി വ അബി, ഈ കിടക്കുന്നത് എന്റെ ഭർത്താവും എന്റെ വാപ്പയാണ്. വാപ്പാടെ മുന്നിലും ഭർത്താവിന്റെ മുന്നിലും വെളിവാക്കാൻ പറ്റുന്ന അവയവങ്ങളിൽ പെട്ടത് തന്നെയാണ് തല. ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പെണ്ണിന് കാണിക്കാം, ഭാര്യയ്ക്ക്. വാപ്പാടെ മുന്നിൽ തല കാണിക്കാൻ തെറ്റില്ല. അതുകൊണ്ട് തന്നെ എന്റെ വാപ്പാടെ മുന്നിൽ ഞാൻ എന്റെ തല മറക്കാതെ ചെല്ലാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പ, മുത്തുനബിയാണ് ഹബീബ് ഭർത്താവ്. അപ്പൊ ഞാൻ അവിടെ സിയാറത്തിന് വേണ്ടി പോകുമ്പോ ചിലപ്പോ ഞാൻ തലമറച്ചിട്ടുണ്ടായിരുന്നില്ല. ആര് പറയാ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, സിയാറത്തിനൊക്കെ പോകുന്നവർ ശ്രദ്ധിച്ചോ കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. പെണ്ണുങ്ങള് സിയാറത്തിന് പോകണ്ടെന്നല്ല ഇതിന്റെ തെളിവ്, സിയാറത്ത് പൊയ്ക്കോന്നാ, പോകേണ്ട രീതിക്ക് പോകണം. ഇവിടെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, ഹദീസാണ് ഇതൊക്കെ, വെറുതെ വായിത്തോന്ന് പറയല്ല. ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഫലമ്മാ ദുഫിന ഉമറു فلما دفن عمر എന്റെ വാപ്പയും എന്റെ ഭർത്താവും അടങ്ങിയിരിക്കുന്ന എന്റെ വീട്ടിലേക്ക്, അവരുടെ ഖബർസ്ഥാനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ തല മറയ്ക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെയാണ് ചെല്ലാറുള്ളത്, എപ്പോഴുമല്ല. ഒന്ന് എന്റെ വീടാണ്, മറ്റൊന്ന് എന്റെ ഭർത്താവും ഉപ്പയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ കയറി ചെല്ലാറുണ്ട്. ഫലമ്മാ ദുഫിന ഉമറു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന നേരം ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് മജൂസിയായ അബൂലുലത്ത് എന്ന ഫൈറൂസ് എന്ന മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട്, നമസ്കാരത്തിലേത്ത് കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ ഞാൻ കടക്കുമ്പോ മരണത്തിലേക്കാണെന്ന് വരവനിക്ക് മനസ്സിലായിക്കൊണ്ട് ഞാനിതാ ആളെ പറഞ്ഞേക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആളെ പറഞ്ഞു വിടുന്നു ആയിഷ ഉമ്മയുടെ അടുക്കലേക്ക്. ആയിഷ, എനിക്കൊരു അവസരം നൽകണേ, റസൂലുള്ളാഹിന്റെ ചാരത്ത് അടങ്ങാനുള്ള അവസരം നൽകണേ. എന്റെ ഖബർ മുത്തുനബിയുടെ സമീപത്താകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന് വേണ്ടി കരുതി വെച്ച സ്ഥലമായിരുന്നു അത്. പക്ഷെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോ ഞാൻ അത് വിട്ടുകൊടുക്കുകയാണ്, ഞാൻ സമ്മതം മൂളുകയാണ്. ഫലമ്മാ ദുഫിന ഉമറു
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ആ ശരീരം വെച്ചിരിക്കുന്ന പരിസരത്ത് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതിന് ശേഷം ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ വഅന മസ്തൂദതൻ അലയ്യ സിയാബി ഹയാഅം മിൻ ഉമറാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പിന്നീട് ഞാൻ അവിടെ സിയാറത്തിന് പോകുമ്പോഴൊക്കെ തന്നെ എന്റെ ശരീരം മുഴുവനും മൂടി പൊതച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പഠിച്ചു വെക്കണേ മംഗമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന മുഴുവൻ സഹോദരിമാരും സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ദഖൽതു ഇല്ലാ വഅന മസ്തൂദതൻ അലയ്യ സിയാബി, എന്റെ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതച്ചിട്ടല്ലാതെ, മൂടി പുതച്ചിട്ടല്ലാതെ ഞാൻ അവിടേക്ക് സിയാറത്തിന് പോയിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് മുസ്ലിമേ മുസ്ലിമത്തേ, നിന്റെ ജീവിതത്തിൽ നടക്കരുതേ നടക്കരുതേ. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ തഖളഅന ബിൽ ഖൗൽ ഫയതമഅ الذي في قلبه مرض وقل قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അല്ലയോ മുത്തുനബിയുടെ ഭാര്യമാരെ, അല്ലയോ മുസ്ലിം അംഗമാരെ, എല്ലാവർക്കും ബാധകമാണ് ഖുർആൻ. പ്രിയപ്പെട്ട മുസ്ലിമത്തെ ഉമ്മമാരെ, പഠിച്ചു വെക്കണേ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ തഖളഅന ബിൽ ഖൗൽ. അന്യരാകുന്ന പരപുരുഷന്മാരോട് സംസാരിക്കുമ്പോ അവരോട് നിങ്ങൾ ഒരിക്കലും മയത്തോട് സംസാരിക്കരുതേ. ഫലാ തഖളഅന ബിൽ ഖൗൽ, അവരോട് മയത്തോടുകൂടി നിങ്ങൾ സംസാരിക്കരുതേ. അന്യരാണ് അവർ, പരപുരുഷന്മാരാണ്, മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണേ. അവരോട് സംസാരിക്കുമ്പോ പരിപരുത്തരാകുന്ന ശബ്ദത്തിൽ സംസാരിക്കണേ. അങ്ങനെ നീ മയത്തോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ദുർമോഹമുള്ളതാകുന്ന ആളുകളുടെ ഹൃദയത്തിൽ ദുർമോഹം ജനിക്കാൻ കാരണമായി തീരുന്നതാണ്. അവരുടെ ഹൃദയത്തിലേക്ക് നിന്നോടുള്ള സ്നേഹവും താല്പര്യവും കടന്നു വരുന്നതാണ്. നിന്റെ ശബ്ദത്തിന്റെ അനുരാഗത്താൽ അവൾക്ക് നിന്നോട് പ്രേമം ഒട്ടിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് അന്യരോട് സംസാരിക്കുമ്പോ അകലം പാലിച്ചുകൊണ്ട് പരുഷമായ നിലയിൽ സംസാരിക്കണേ. ഗൗരവമുള്ള സംസാരം നടത്തണേ. ഇളം ശബ്ദത്തിൽ അവരോട് സംസാരിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ തഖളഅന ബിൽ ഖൗൽ ഫയതമഅ الذي في قلبه مرض وقل قولا
മഅറൂഫാ. എന്നാൽ സംസാരിക്കുമ്പോ മാന്യമായ ഭാഷയല്ലാതെ മോശപ്പെട്ട സംസാരം നിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. പക്ഷെ അന്യരെ ആകർഷിപ്പിക്കുന്ന തലത്തിലുള്ള ഭാഷണം അരുതേ, അത് പാടില്ലാത്തതാണ്. ഇന്ന് വാട്സാപ്പിലൂടെ, ഇന്ന് ഫേസ്ബുക്കിലൂടെ, ഇന്ന് മെസ്സഞ്ചറിലൂടെ, ഇന്ന് ട്വിറ്ററിലൂടെ, ഇന്ന് ഓഡിയോ മെസ്സേജിലൂടെ, ഇന്ന് വീഡിയോ കോളിലൂടെ എല്ലാം മോശപ്പെട്ടതാകുന്ന സംസാരമാണ്, കിളിനാദമാണ്, ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാ. മുസ്ലിമത്തെ പാടില്ലാത്തതാണ്. നിന്നെ നശിപ്പിക്കാനത് കാരണമാകും. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുകയാ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണി കടന്നുകൊണ്ട് അടക്കാ പറിച്ചു വിൽക്കുന്നതാകുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ടതാകുന്ന കാമുകന്റെ ചെറുപ്പക്കാരൻ്റെതാകുന്ന സംസാരം കേട്ടുകൊണ്ട് അവന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചുകൊണ്ട് വിളിക്കരുതേ, സംസാരിക്കരുതേ. അത് ശ്രദ്ധിക്കണേ, ഹറാമാണ്. നീ ചതിയിൽ അകപ്പെടാൻ ചാൻസ് ഉണ്ട്. എത്രയോ ആളുകൾ ചതിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. നാളെ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണേ. നിന്റെ ഹൃദയത്തിൽ സദാ സമയം തുടികൊള്ളണേ. എത്രയോ ആളുകൾ പിഴക്കപ്പെട്ടു പോയി, എത്രയോ മുസ്ലിം അംഗമാർ ഒളിച്ചോടിപ്പോയി. നീ ആഖിറത്തിന്റെ പെണ്ണാണ്, നീ സ്വർഗത്തിന്റെ മങ്കയാണ്, നീ മഹദിയാകുന്ന ആയിഷ ബീവിയോടൊപ്പം സ്വർഗത്തിൽ കിടക്കേണ്ടതായ മോളാണ്, നീ ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ പോകേണ്ട പെണ്ണാ. ആരാണ് ഫാത്തിമ എന്നറിയണേ? മയ്യത്തെ കട്ടിൽ ഓർത്തുകൊണ്ട് കരയുകയാണ്. ബഹുമാനപ്പെട്ട കൂട്ടുകാരിയാകുന്ന അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരയുന്നതായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മായുബ്കീകി യാ ഫാത്തിമ, ഫാത്തിമ കരയുന്നതെന്തിനാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, മരണത്തെ ചിന്തിച്ചിട്ടല്ല. മരണത്തോട് എനിക്ക് ഭയമില്ല. എന്തിന് ഞാൻ ഭയക്കുന്നു? ഞാൻ നമസ്കാരം നിലനിർത്തിയവളാണ്, ഞാൻ നോമ്പുകൾ നോറ്റ് വീട്ടിയവളാണ്, ഞാൻ എന്റെ കഴിവുറ്റ സ്വതക്കുകൾ നൽകിയവളാണ്, ഞാൻ ദീനിനെ സഹായിച്ചവളാണ്. ഞാനിതാ ഒരു മോശമായ തലത്തിലേക്ക് പോയിട്ടില്ല, എന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമായത് കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് കരയുന്നത്? എന്തിനെന്നറിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ കൊണ്ടുപോകാനുള്ളത് ഒറ്റപ്പലകയുടേതാകുന്ന മയ്യത്ത് കട്ടിലാണ്. അന്ന് മദീനയിലുള്ളത് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ, മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലേക്കാകട്ടെ, ഏത് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ഒറ്റപ്പലകയുടെ മേലുള്ളതാകുന്ന സ്ട്രക്ചർ കണ്ടിട്ടില്ലയോ? അതുപോലെയുള്ള ഒറ്റപ്പലകയുടെ മേലാണ് മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ കൊണ്ടുപോയാൽ ഈ ഫാത്തിമയുടെ ശരീരത്തിന്റെ ഭാഷ ജനങ്ങൾ തിരിച്ചറിയില്ലയോ? അതിന്റെ നീളം, അതിന്റെ വണ്ണം, അതിൻ്റെതാകുന്ന വ്യാസങ്ങൾ ജനങ്ങൾ തിരിച്ചറിയില്ലയോ? ആളുകൾ പറയില്ലയോ, ഫാത്തിമയ്ക്ക് നീളം ഇത്ര അടിയാണ്, 4 അടിയാണ്, 5 അടിയാണ്. ആളുകൾ പറയില്ലയോ, ഫാത്തിമയ്ക്ക് വണ്ണം ഇത്രയായിരുന്നു എന്ന് പറയില്ലയോ? 3 തുണി കഫം പൊതിഞ്ഞ് മരിച്ചതിന് ശേഷമുള്ളതാകുന്ന മയ്യത്തിനെ കുറിച്ചുള്ളതാകുന്ന ചിന്തയാണ്. നമുക്കിത് ചിന്തയുണ്ടോ പെങ്ങളെ? ചിന്തയുണ്ടോ? മരണത്തെ കുറിച്ചുള്ളതാകുന്ന ബോധമുണ്ടോ പെങ്ങളെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്യുകയാണ്, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുറ്റും മറച്ചുള്ളതാകുന്ന മയ്യത്ത് കെട്ടിൽ വേണേ, അതിന്റെ മുകളിൽ ഒരു തുണിയും കൂടിയിട്ട് മൂടണേ. പകൽ മരിച്ചാൽ രാത്രിയിലെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കാവുള്ളൂ. കബറിൽ വെക്കുമ്പോഴും അതിന്റെ മുകളിൽ ഒരു തുണി കൂടി മറയായി പിടിക്കണേ. എത്ര വലിയ സൂക്ഷ്മതയാണ്, എത്ര വലിയ സൂക്ഷ്മതയാണ് മഹിളയായ ഫാത്തിമ. അവരല്ലയോ സ്വർഗത്തിന്റെ നേതൃത്വം, അവരല്ലയോ റസൂലുള്ളാഹിന്റെ പൊന്നുമോള്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ
ബളഅതും മിന്നീ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് സാബ, എന്റെ കരളിന്റെ കഷ്ടമാണ് സാബ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അവസാനം തന്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്നത് ആ നിലയ്ക്കാണ്. ചുറ്റും മറച്ചിട്ടുള്ള ജനാസ കൊണ്ടുവരുകയാണ്. ആ മയ്യത്ത് കട്ടിലിലേക്ക് കയറ്റി വെക്കുകയാണ്. മയ്യത്ത് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി തങ്ങള്, ബഹുമാനപ്പെട്ട അലിയാര് തങ്ങള്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമടക്കം അത് ചുമന്നുകൊണ്ട് ആ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുകയാണ്. പള്ളിയിൽ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഖബറിന്റെ കാൽഭാഗത്ത് ഫാത്തിമ ബീവിയുടെ തലഭാഗം, ജനാസയുടെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് ആ ഖബറിലേക്ക് ഇറക്കാൻ വേണ്ടി തുനിയുമ്പോ പാരാവാരം പരന്നു കിടക്കുന്ന സാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അബൂദർ ഗിഫാരി എന്ന സാബി വലിയ ഖബറിനോട് പറയുകയാണ്, യാ ഖബറോ അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്. അല്ലയോ ഖബറേ, ഖബറേ, ആരെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നറിയുമോ? ഖബറേ, നിന്നിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നത് ആരെയെന്നറിയുമോ? ഹദിഹി ബിൻതി റസൂലില്ലാഹ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ ലോകത്തിന്റെ നായകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ചോദിക്കുമ്പോഴും വേണ്ട എന്ന് പറഞ്ഞതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഖബറേ. തീർന്നില്ല ഖബറേ, ഇതൊരു സാധാരണ പെണ്ണിന്റെ ജനാസയല്ല ഖബറേ. വസൗജതു അലി അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി, അതിലേക്കുള്ള വാതിലാണ് അലി. അഥവാ വിജ്ഞാനത്തിന്റെ അവഗാഹം നേടിയ വ്യക്തിയാണ്. റസൂലുള്ള പുകഴ്ത്തി പറഞ്ഞ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബദർ യുദ്ധത്തിൽ 22 വേലുകൾ ശത്രുക്കളെ തലവെട്ടിയെടുത്തതാകുന്ന വീരശൂരനാകുന്ന അലിയാര് തങ്ങൾ, ആ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ്. തീർന്നില്ല വ ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ. ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നമസ്കാരത്തിൽ നിലകൊള്ളുന്ന വേളയിൽ റസൂലുള്ളാഹിന്റെ മുതുകത്ത് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കുതിരയാക്കി ആനയാക്കി കളിച്ചുകൊണ്ട് മണിക്കൂറുകളോളം റസൂലുള്ളാഹിന്റെ മുതുകത്ത് ചെലവഴിച്ചതായ പേരക്കിടാങ്ങളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയ്ക്ക് വേദനയുണ്ടാകുമെന്ന് കരുതി നമസ്കാരത്തിൽ സുജൂദിൽ തന്നെ കടന്നുകൊണ്ട് സ്നേഹത്തിന്റെ പരിലാളന തീർത്ത റസൂൽ മക്കളോടുള്ള കാരുണ്യത്തിന്റെ വിശാലത വരാനിരിക്കുന്ന ജനകോടികളുടെ മനസ്സിന്റെ മനസ്സലങ്ങളിൽ അകത്തലങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് നിറച്ച റസൂൽ, ആ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന പേരക്കിടാങ്ങളുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ, നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒന്ന് ഗൗരിക്കണേ എന്ന് പ്രമുഖരാകുന്ന സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന അബൂദർ ഗിഫാരി തങ്ങൾ ഖബറിനോട് പറഞ്ഞപ്പോ ഫസമിഉ നിദാ, ഖബറിൽ നിന്ന് ഒരശരീരം മുഴങ്ങുകയാണ്, ഖബർ ശബ്ദിക്കുകയാണ്. ഇന്ന് വരെ കാണാത്ത നിലയ്ക്ക് ശബ്ദത്തിൽ നിന്നൊരു വലിയ കോലാഹലം വരുകയാ, ശബ്ദിക്കുകയാണ്. ഖബർ ലോകത്തോട് പറയുകയാണ് ഫസമിഉ നിദാ മാ
أنا موضع حسب ولا نسب إنما أنا موضع عمل الصالح. പഠിച്ചു വെക്കണേ. കുമ്മനം ഉസ്താദ് അവസാനമായി സ്നേഹത്തോട് പറയുകയാണ് ഖബർ നിസാരമല്ല, ഖബർ ചെറുതല്ല, അത് മൂന്നാമത്തെ ഘട്ടമാണ്, അടുത്ത ചെല്ലാനുള്ള തലമാണ് പെങ്ങളെ. ആ ഖബർ ശബ്ദിക്കുകയാണ് മാ അന മൗളിയു ഹസബിൻ വലാ നസബ്. ഒരു കുടുംബ മഹിമയും തറവാട്ട് മഹിമയും ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണെന്ന് പറഞ്ഞ് അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് പറഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ, എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ. ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ നമസ്കാരം ചുട്ടവെച്ചവരാണോ? നോമ്പുകൾ നോറ്റിവീട്ടിയവരാണോ? സകാത്തുകൾ കൊടുത്തു വീട്ടിയവരാണോ? പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്തവരാണോ? പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണോ? നിരാലംബര കവലംബമായവരാണോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവരാണോ? അള്ളാന്റെ ദീനിനെ സഹായിച്ചവരാണോ? ഔലിയാക്കളെ ബഹുമാനിച്ചവരാണോ? അമ്പിയാക്കളെ ആദരിച്ചവരാണോ? മുതഅല്ലിമീങ്ങളെ തലോടിയവരാണോ? യതീം മക്കളെ ഖിദ്മത്ത് എടുത്തവരാണോ? നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ വിശപ്പടക്കിയവരാണോ? വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തവരാണോ? ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. സുകൃതം ചെയ്തവർക്ക് സ്വാഗതമാണ്, നമസ്കരിച്ചവർക്ക് സ്വാഗതമാണ്, കള്ളു കുടിച്ചവർക്കല്ല, വിചരിച്ചവർക്കല്ല, സിനിമ കണ്ടവർക്കല്ല, സീരിയൽ ദർശിച്ചവർക്കല്ല, റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തവർക്കല്ല, സ്വന്തം ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് ലൈവായി കാണിച്ചുകൊണ്ട് അതിലൂടെ പണം കൊയ്തെടുത്തവർക്കല്ല, യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്നതാകുന്ന ആകാര സൂക്ഷ്മമുള്ള അംഗലാവണ്യമുള്ളതാകുന്ന ഭാഷകൾ മുഴുവനും പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചവർക്കല്ല. അത്തരത്തിലുള്ള ആളുകൾ എന്റെ അടുക്കലേക്ക് വരരുതേ. ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. സുകൃതം ചെയ്തവർക്ക് സ്വാഗതമാ, അല്ലാത്തവർക്ക് ഖേദമാണ് എന്ന് ഖബറിൽ നശരീരി കേട്ടുവന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ പെങ്ങളെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മംഗമാരോട്, മുസ്ലിം ചെറുപ്പക്കാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, ആഖിറത്തെ പറ്റി ചിന്തിക്കണേ. ഇത് രണ്ടാം ഘട്ട ജീവിതമാണ്, ഇത് ദുനിയാവാകുന്ന ജീവിതമാണ്. 5 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ആലമുൽ അർവാഹായിരുന്നു, ആത്മാക്കളുടെ ലോകമായിരുന്നു. ഇപ്പോൾ നിലകൊള്ളുന്നത് ദുനിയാവാണ്, ഇത് ആലമു ദുനിയാണ്. ഇനി വരാനിരിക്കുന്നത് ഖബർ എന്ന ഭയാനകമായ ലോകമാണ്. അതിനുവേണ്ടി തയ്യാറാകണം. അത് കഴിഞ്ഞ് 4ാം ഘട്ട ജീവിതമാകുന്ന മഹ്ശറ, അവിടെ നിന്ന് സ്വർഗം, അവിടെ വരെ എത്തണം. ഈ ദുനിയാവാകുന്ന കൃഷിയിടത്തിൽ അമൽ ചെയ്യാതെ രക്ഷയില്ല. അതുകൊണ്ട് നോമ്പുകൾ നോറ്റുകൊണ്ടൊന്ന് അമലൊന്ന് ശ്രദ്ധിക്കണേ, നമസ്കാരം ചിട്ടവെച്ചുകൊണ്ട് അമലൊന്ന് ശാക്തീകരിക്കണേ. മഹല്ലുകൾ സജ്ജമാകട്ടെ, ഉമറാക്കൾ ഉണരട്ടെ, ഉലമാക്കൾ ഉണരട്ടെ. ആഖിറത്തിന് വേണ്ടിയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് കടന്നു വരണേ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാ, ആഖിറത്തിന് വേണ്ടി ധാരാളം സുകൃതങ്ങൾ ശിഷ്ടകാല ജീവിതത്തിൽ ചെയ്തു വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഖബറിൽ ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീവിയുടെ ഖബർ സംസാരിച്ചതൊന്ന് കേൾക്കണേ. വല്ലാത്ത വാക്കായി പോയി. ജീവിതം മുഴുവനും പരിപൂർണമായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച പെണ്ണാണവർ. ഒരൊറ്റ വഖത്ത് പോലും നമസ്കാരം ഖളാ ആക്കാത്ത മഹദിയാണവർ. നമസ്കാരങ്ങൾ ചിട്ടവച്ചവർ, നോമ്പുകൾ നോറ്റുവീട്ടിയവർ, എല്ലാ അമലുകളും പൂർത്തീകരിച്ചവർ. പരപുരുഷന്മാരുടെ മുന്നിൽ നഗ്നത കാണിക്കുന്നത് പോയിട്ട് മരിച്ചതിന് ശേഷം 3 കഫംപുടയിൽ പൊതിഞ്ഞിട്ട് തന്റെ ജനാസ ഒറ്റക്കട്ടിൽ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് വിഷമിച്ച് കരഞ്ഞതാകുന്ന ഫാത്തിമ
അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകരുത്. ചുറ്റും മറയ്ക്കുന്ന മയ്യത്ത് കട്ടില് വേണമെന്ന് ശാഠ്യം പിടിച്ച് അതേ നിലയ്ക്ക് മറച്ച് അതിന്റെ മുകളിൽ ഒരു തുണിയിട്ട് മൂടി മഗ്‌രിബ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഖബറടക്കാൻ തുനിഞ്ഞ്, ആരും അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയി ഖബറടക്കാൻ തുനിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു തുണിയും പിരിച്ചിട്ട് ഉറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഖബർ പറയുന്നത്, വാപ്പയുടെ മഹിമയും തറവാട്ട് മഹിമയും കുലമഹിമയും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. നമസ്കരിച്ചവരാണോ അമൽ ചെയ്തവരാണോ സ്വാഗതം സ്വാഗതം എന്ന് ഖബർ പറഞ്ഞെങ്കിൽ, ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് എന്നും സ്വന്തം നഫ്സിനോട് ഉണർത്തുന്നു, ഖബർ എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, ഫവല്ലാഹി മാ റഅയ്തു മല്ലറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഅ മിൻഹു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. സഹാബ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലം അവിടെയാണ്, വേറെ എവിടെ ഒറ്റയ്ക്കല്ല. ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് നമ്മൾ മാത്രമായിരുന്നില്ല, എല്ലാ ആത്മാക്കളും ഉണ്ടായിരുന്നു. ദുന്യാവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ മക്കൾ, ഭാര്യ, കുടുംബാദികൾ എല്ലാം ഉണ്ട്. മഹ്ശറയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ടാവും. ആള് കൂടുതലാണ് അവിടെ. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല, ആളുണ്ട് അവിടെ, കൂടെ ആളുണ്ട്. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലം അത് ഖബറാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. സുബ്ഹാനൽ അബദിയ്യൽ അബദിയ്യ, സുബ്ഹാനൽ വാഹിദിൽ അഹദ്, സുബ്ഹാനൽ ഫർദിസ് സമദ്, സുബ്ഹാന റാഫിഇസ് സമാഇ ബിഗൈരി അമദ്, സുബ്ഹാന മൻ ബസത്തൽ അർള അലൽ മാഇ ഫജമദ്, സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ വഹസാഹും അദദ, സുബ്ഹാന മൻ ഖസമൽ റസാഖ വലം യൻസാ ഹദാ, സുബ്ഹാന മൻ ലം യത്തഖിദ് സാഹിബതൻ വലാ വലദാ, സുബ്ഹാന മൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സുബ്ഹാനൽ മുനഫ്ഫിസ് അൻ കുല്ലി മദ്യൂൻ, സുബ്ഹാനൽ മുഫർരിജ് അൻ കുല്ലി മഹ്സൂൻ, സുബ്ഹാന മൻ അംറുഹു ബൈനൽ കാഫി വൻ നൂൻ, സുബ്ഹാന മൻ ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, യാ മുഫർരിദൽ ഹുമൂമി വൽ ഗുമൂമി ഫർരിജ് ഹുമൂമനാ വഗുമൂമനാ യാ അല്ലാഹ് വയാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് ശദറത്തുൽ അസ്രിൻ നൂറാനിയ വലംഅത്തുൽ ഖബ്ലത്തുർ റഹ്മാനിയ വഅഫ്ളലിൽ ഖലീഖത്തിൽ ഇൻസാനിയ വഅശ്റഫിസ് സൂറത്തിൽ ജിസ്മാനിയ വമഅദനിൽ അസ്റാരിർ റബ്ബാനിയ വഖസാഇനിൽ ഉലൂമിൽ ഇസ്തിഫായിയ സാഹിബിൽ ഖബ്ലത്തിൽ അസ്ലിയ വൽബഹദത്തിൽ സനിയ വറുത്ബത്തിൽ അലിയ من درجة النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من فنيت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ഒരുമിച്ചുകൂടൽ കബൂലാക്കണേ അല്ലാഹ്. പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ചെയ്തു പോയിട്ടുള്ള സർവ്വവിധ പാപങ്ങൾ നീ വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ റബ്ബേ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നിന്ന് അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ റബ്ബേ, ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു തീർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാഹ്. മഖാമിൽ വന്ന്
സിയാറത്ത് ചെയ്ത് പൊട്ടിക്കരയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും സർവനീയത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാ. രോഗികളുണ്ട്, പരിപൂർണ രോഗശമനം നൽകണേ റബ്ബേ. മഹാമാരി പിടിപെട്ടവരുണ്ട്, ശിഫാ നസീബാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ റബ്ബേ. മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയ റബ്ബേ. സക്കരിയ നബി അലൈഹിസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ നൽകിയ അല്ലാ. സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്. പ്രവിശാലമാക്കപ്പെട്ട ഞങ്ങളുടെ ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹു വിനീതന്റെ ഉമ്മ അടക്കം ഒരുപാട് മഹത്തുക്കൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഇവിടെ പേര് പരാമർശിക്കപ്പെട്ടതാകുന്ന മർഹൂം തഴവാ ഉസ്താദടക്കം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാറടക്കം, കടമ്പാടി ഉസ്താദടക്കം, അസ്ഹരി തങ്ങളടക്കം എത്രയോ മഹാന്മാർ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റബ്ബേ. ആരെല്ലാം ഞങ്ങൾക്ക് ഇവിടെ സുന്ദരമാകുന്നതാകുന്ന നിലയിൽ സിയാറത്തിന് വേണ്ടി വന്നവരുണ്ടോ, ആത്മീയമാകുന്ന നേതൃത്വം നൽകിക്കൊണ്ട് ഭാഷണം നടത്തിയ ഉലമാക്കളുണ്ട്, മരണപ്പെട്ടു പോയ സർവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, വാള് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാര്, ഇന്നലെയും ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളും വാള് പറയുന്നതാകുന്ന പ്രിയപ്പെട്ട ഉലമാക്കൾ സുഹൃത്തുക്കൾക്ക് നീ എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആത്മീയ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, മശായിഖന്മാർ, സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഭരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സ് ഇത്ര മനോഹരമാക്കിയതാകുന്ന മഹല്ലിന്റെ സാരഥികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദുമാര്, ഖത്തീബ് ഉസ്താദ് അടക്കം എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. വോളണ്ടിയേഴ്സായി നിലകൊള്ളുന്ന ചെറുപ്പക്കാരടക്കം സർവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. രോഗികളായ ധാരാളം ആളുകൾ ഈ സദസ്സിലേക്ക് വരാൻ കഴിയാതെ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ട്. പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര് ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ. അടുത്ത വർഷം ഞങ്ങൾ ഇതുപോലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിവില്ല. അടുത്ത വർഷം ഞങ്ങൾ ഖബറിലാണോ നിനക്ക് മാത്രമാണ് അറിവുള്ളത് റബ്ബേ. ആഫിയത്ത് തരണേ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.